മോർണിംഗ്. അപ്പോൾ ഇന്ന് റംലാൻ 2 ആണ്, നോമ്പ്. ഇത് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണുള്ളത്. ഇന്നാണ് എൻ്റെ ഉമ്മാൻ്റെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഇന്നാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് മുറ്റത്തെല്ലാം കഴിഞ്ഞ് കുഞ്ഞിക്ക് കുറച്ച് കിളീനെല്ലാം കാണിച്ചു കൊടുത്തെല്ലാം നോക്കി. ഇവിടെ മുന്നേ ഗേറ്റ് ഉണ്ടായിന് കേട്ടോ. ഇപ്പോൾ ആ ഗേറ്റെല്ലാം ഊരി വെച്ചത് വെച്ചാൽ കാറൊന്നും കയറുന്നില്ല, മറ്റച്ചാൽ ഗേറ്റ് ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയാണ് നല്ല ഊരി വെച്ചത്. പിന്നെ എല്ലാവരും ഉമ്മ ഇന്നലെ പോയിട്ട് 4 മണിയാണ്, അത്താഴത്തിൻ്റെ സമയത്താണ് ഉമ്മ വന്നത്. ഉമ്മ നോമ്പ് മുറിച്ചിട്ട് പോയിട്ട് വന്നത് 4 മണിക്കാണ്. ഷോപ്പിൽ ഫുള്ള് സെറ്റാക്കാനെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഉമ്മൻ്റെ സിസ്റ്റർമാരെല്ലാവരും 4 മണിയായി അവരെല്ലാം അവരവരുടെ പെരയിലേക്ക് എത്താം. ഇപ്പം നമ്മളിതാ കുറച്ച് ഫ്രഷായി നമ്മളിതാ ഷോപ്പിലേക്ക് പോകാമെന്ന്. ഇനാഗ്രേഷന് ഒരു 11-12 മണി ആ ടൈമാണ് ആക്കാൻ വേണ്ടി വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് എത്തി. അപ്പോൾ ഉമ്മയുടെ ഫുള്ള് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു വരാമെന്ന്. എല്ലാവരും വരണത്ര കുറച്ചും കൂടി ഡ്രസ്സും കാര്യമെല്ലാം സെറ്റാക്കി വെക്കാനുണ്ട്, കുറേ സെറ്റാക്കി വെക്കാനുണ്ട്. ഇപ്പോൾ ചെറുവിട ആക്കിയതാണ്, ഉദ്ഘാടനം ആക്കിയതാണ്. നീട്ടി പോണ്ട ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. അങ്ങനെ എല്ലാവരും വരണത്ര അങ്ങനെ എല്ലാം സെറ്റാക്കി ബലൂണെല്ലാം വെച്ച് സെറ്റാക്കി നാടെല്ലാം കെട്ടിയെല്ലാം സെറ്റാക്കി അങ്ങനെ ഒരു ഉസ്ത വന്ന് കുറേ ദ്വാരനെല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് നാടൻ മുറിച്ച് വെച്ചാൽ ഉമ്മാൻ്റെ 2 അനിയത്തിമാർ എത്തിയിട്ട് തന്നെയാണ് ചെയ്തത്. ഉമ്മാനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇങ്ങനെതാണ്, അതായത് ഉമ്മാമാനെ കൊണ്ട്. അപ്പോൾ ഉമ്മാമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഉമ്മാമ്മക്ക് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവരെ 3 ഷോപ്പിൽ ഇവർ 3 തന്നെ ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ എൻ്റെ അനിയൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഷോപ്പ് അതിൻ്റെ താഴെയാണ്, ബോയ്സിൻ്റെ ഡ്രസ്സിൻ്റെ. പാടുന്ന എൻ്റെ അനിയന് ഞാൻ പെരുന്നാൾ ഡ്രസ്സെല്ലാം എടുത്തു കൊടുത്ത് അങ്ങനെ എനിക്ക് ഡ്രസ്സെല്ലാം എടുത്തിട്ടായിട്ട് പിന്നെ നമ്മൾ പെരയിലേക്ക്, അതായത് തിരിച്ച് എൻ്റെ പെരയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന്. അങ്ങനെ ഞാനിത് എൻ്റെ പെരയിലേക്ക് എത്തിയപ്പോൾ അവിടെ കുളിച്ച് ഫ്രഷെല്ലായി. പിന്നെ കിച്ചണിൽ ഉമ്മാൻ്റെ കൂടെ ഇരിക്കാമെന്ന്. ഉമ്മ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ കളിപ്പിക്കാമെന്ന്, തിന്നാനെല്ലാം കൊടുക്കാമെന്ന്. ഉമ്മ നോമ്പുറിക്കാനുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അട്ടിപ്പത്തിരി, പിന്നെ അങ്ങനെ കായ്പോള അങ്ങനെയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ അട്ടിപ്പത്തിരി അല്ലെങ്കിൽ ചപ്പാത്തിയിലാണ് ഉണ്ടാക്കൽ. ഇപ്പോൾ ഉമ്മ ദോശയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വരുമ്പോൾ ബത്തക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നാരങ്ങയെല്ലാം. അപ്പം അതെല്ലാം മുറിച്ച് ഞാൻ സെറ്റാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നോമ്പ് മുറിക്കാൻ ഇത് നമ്മൾ ആക്കിയത് എന്താണെന്ന് വെച്ചെങ്കിൽ ഒന്നും മിണ്ടാൻ വരെ കഴിഞ്ഞില്ല കഴിച്ച് വന്ന ക്ഷീണമെന്നാണെന്ന് വെച്ചാൽ കുറേ യാത്ര ചെയ്തല്ലേ. നമ്മൾ ഉണ്ടാക്കിയത് അട്ടിപ്പത്തിരിയാണ്. അപ്പം അതിൻ്റെ ബാക്കി മസാല ഉണ്ടായതിനെ കൊണ്ട് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയ 2 കായ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അതിനെ കൊണ്ട് കായ് പോള ഉണ്ടാക്കി. ഒന്നും കഴിഞ്ഞില്ല വെച്ചാൽ ഭയങ്കര ക്ഷീണം. വെച്ചാൽ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ആടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കുറേ ഓടി. ബസ്സിലെല്ലാം വരുമ്പോൾ ക്ഷീണം മുറിച്ചിട്ട് അങ്ങ് എത്തി ഞാൻ. അപ്പം നമുക്ക് തന്നെ എന്താക്കാന്ന് വെച്ചെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചിടാം. സമയം ആയിക്കൊണ്ട് വരുന്നുണ്ട്. ബത്തക്ക ഫ്രൂട്ട്സ് ആയിട്ട് ബത്തക്ക മുറിച്ചിടാം, പിന്നെ സ്ട്രോബെറി മുറിച്ചിടാം. പിന്നെ ഇത് ഉമ്മ നമുക്ക് എടുത്തേച്ചെന്ന് പറഞ്ഞു, ഉമ്മ എല്ലാം തിന്നെന്ന് പറഞ്ഞു. അപ്പം ഇത് എനിക്കും എൻ്റെ അനിയനും എടുത്തേച്ച് പറഞ്ഞു. അപ്പം നമുക്ക് എന്താ വെച്ചെങ്കിൽ ഒരു ബത്തക്ക എടുക്കുക, ഇത് മുറിക്കുക. ഇത് കുഞ്ഞിക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുണ്ട്, അപ്പം ഇതും മുറിച്ചിടാം. പിന്നെ സ്ട്രോബെറിയും സൈഡ് വെക്കാം. സ്ട്രോബെറി ഇല്ലേ സ്ട്രോബെറി ഇല്ലേ ജ്യൂസ് അടിച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, അതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം മുറിച്ചിടാം. മുറിച്ചിട്ടിട്ടുണ്ട്. ബത്തക്ക, സ്ട്രോബെറി, നാരങ്ങ, ഇതിന്റെ പേര് എനിക്കറിയില്ല. പിന്നെ പഴമുണ്ട്, വേണമെങ്കിൽ പഴം നമുക്ക് തിന്നാം. അപ്പൊ ഇതിലാണ് സംഭവം. മുറിച്ചിട്ടായിട്ട് നമുക്ക് തുറക്കാൻ എന്തുമ്മ ദോശയും ഇത് കോഴിക്കറിയല്ല അല്ലെ. കോഴി ഇന്നലത്തെ കറി ഉണ്ടായിന്. ഇന്നലെ ഞാൻ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടായിട്ടില്ല, ഇവർ 2 ആളെ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ കറി ബാക്കി ഉണ്ടായിന്. അപ്പൊ ഉമ്മയിലേക്ക് മുട്ടയിട്ട് കൊടുത്തല്ലേ. അങ്ങനെയൊന്നും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഉമ്മ ദോശ ഇടുന്നുണ്ട്.
ജ്യൂസല്ലേ ജ്യൂസല്ലേ പൈനാപ്പിൾ ജ്യൂസ് എടുക്കാം. പൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ നാരങ്ങ വെള്ളവും വേണമെങ്കിൽ കലക്കാം. നമുക്ക് എന്താക്കാന്ന് വെച്ചെങ്കിൽ നാരങ്ങ വെള്ളം ആക്കാം. നാരങ്ങ വെള്ളത്തിന്റെ പേര് പറ്റാകുമ്പോ ഉമ്മ പറഞ്ഞ നാരങ്ങ വെള്ളവും കൂടി ആക്കാന്ന്. കുറച്ച് ഈ ചെറിയൊരു പാട്ടയിലിട്ട് ആക്കുന്നില്ല. ഉമ്മ അപ്പുറം ആരോ മുട്ടുന്നുണ്ട്. മാബി ആയിരിക്കും തുറന്നോർത്തെ. നമുക്ക് ഇതാക്കാം. ഉമ്മ തട്ടിപ്പത്തിരി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കായ്പോള മുറിച്ച് സെറ്റാക്കുന്നുണ്ട്. ഇനി ഇത് മുറിക്കണം. ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് കായ്പോള. ഉമ്മ ഇത് മുറിക്കുമ്പോ ചെറിയ കുഴിപാത്രം ചെറുത് ഒന്ന് ഒരു ഉണ്ടല്ലോ അത് മുറിച്ച് വെച്ചാല് സെറ്റ്. നമുക്കിതാ നോമ്പ് കുറിക്കാനെല്ലാം ആയിട്ടുണ്ട്. കായ്പോള, അട്ടിപ്പത്തിരി, ബ്രെഡ് സാൻഡ്വിച്ച്, സ്ട്രോബെറി, ഈത്തപ്പായം എല്ലാം നേരത്തെ പറഞ്ഞില്ലല്ലോ. പിന്നെ നമ്മളെ താരം പൈനാപ്പിൾ ജ്യൂസ്, ചെറുനാരങ്ങ വെള്ളം, നോർമൽ വെള്ളം, അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കണ്ടേ വേണ്ടു. അങ്ങനെ നമ്മളെ നോമ്പെല്ലാം മുറിച്ച് ഒരാള് സൈഡായി. അല്ല അനിയത്തി അത് സൈഡായി. അനിയനിതാ സൈഡായി. എന്താ പറയല് വെള്ളം കുടിച്ച് എല്ലാരും വെള്ളം തന്നെ എല്ലാവർക്കും ഈ അട്ടിപ്പത്തിരി അട്ടിപ്പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ട്. അട്ടിപ്പത്തിരി ഇത് നമ്മള് പെരുക്കുന്ന അരുമ അമ്മായിന്റെ ഉപ്പ ഗൾഫ് മുത്തമ്മാന്റെ മോൻ്റോളെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ട് തന്ന മുട്ടായിന്ന്. അപ്പൊ നമ്മ ഉണ്ടായിട്ടല്ല 2 ദിവസം ഞാനും അനിയനും ഉണ്ടായിട്ടില്ല. അപ്പൊ ഉമ്മ പറഞ്ഞ് പൊട്ടിച്ചിട്ടാ നിങ്ങൾ വന്നിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇതിടെ മുട്ടായി തിന്നാൻ ഇതിടെ നിക്കുന്നുണ്ട്. എല്ലാരും ചുറ്റും നിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തിന്നാം, മുട്ടായി തിന്നാം. മുമ്പെല്ലാം മുറിച്ച് നമ്മ ഇവിടെ മുറ്റത്ത് ഇരിക്കാന്ന്. അല്ലമ്മാ നോമ്പ് ഇന്ന് 2 ആയി. അങ്ങനെ 3-ാമത്തേലേക്ക് കാല് വെച്ച്. ഇന്ന് എനിക്ക് നല്ല ക്ഷീണമുണ്ടായിന്. അങ്ങോട്ടും നല്ല പോയി വന്നോണ്ടാന്ന്. ഇന്നലെ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെയല്ലാന്ന് കഥ. നമ്മൾ തിന്നണം. എത്ര തിന്നണമെങ്കിൽ 10 മണിയാവും. എന്നുവെച്ചെങ്കിൽ വെള്ളം കുടിച്ചിട്ട് തന്നെ വേറെ നിറഞ്ഞു. അപ്പൊ നമുക്ക് തിന്നുമ്പോ കാണാം. അങ്ങനെ നമ്മ തിന്നാനിരുന്ന് എന്താ ചെയ്യും മുട്ടക്കറിയാന്ന്. എന്റെ അനിയത്തിന്റെ ഇരുന്ന് തിന്നാനും വീടെടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും കഴിയില്ല. ഭയങ്കരത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കലാന്ന്. ഓളും തിന്നുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ചായ ഞാൻ നോമ്പിന്റെ സമയത്ത് ചായ കുടിക്കലില്ല. മറ്റു സ്ഥലം ചായ കുടിക്കും. നോമ്പിന്റെ സമയത്ത് ചായ കുടിക്കലില്ല. ഫസ്റ്റ് ടൈമാണ് ഇത് ഇപ്പൊ ചായ കുടിക്കുന്നത്. ഉമ്മാക്കി തന്നിട്ടാ. പിന്നെ നോമ്പിന് ചായ കുടിക്കലില്ല. അപ്പൊ എന്റെ അനിയത്തി മുട്ടിട്ട് ഓള് മുട്ട തിന്നലില്ല. മുട്ട ഇഷ്ടമല്ല. ഓൾക്ക് ഇഷ്ടം ചിക്കനാണ്. അപ്പൊ നമുക്ക് തിന്നാദ്യം. എന്നിട്ടാണ് ഒരു ഉറക്കം ഉറങ്ങാൻ കഴിച്ച് തല പൊന്തുന്നില്ല. എന്താ വെച്ചെങ്കില് കൊറേ യാത്ര ചെയ്തിട്ട് വന്നല്ല. അതുകൊണ്ടും അറിയില്ല. എന്നെ ഭയങ്കര ക്ഷീണം. അപ്പൊ ഇപ്പൊ ഉറങ്ങിയാലും നമുക്ക് അത്താഴത്തിന് എണീക്കാൻ കഴിയില്ലെങ്കിൽ അത്താഴത്തിന് എണീക്കലുണ്ടായില്ല കഴിച്ച്. അപ്പൊ നമുക്ക് ഇപ്പൊ തിന്നിട്ട് ഉറങ്ങാം. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ച് ഞാനിത് കിടന്ന് ഉറങ്ങാൻ പോവാന്ന് വെച്ചാൽ തീരെ കഴിയുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല പൊന്തുന്നില്ല. ഒന്ന് ഫോൺ നോക്കാനായിട്ട് എന്തിനായിട്ട് കഴിയുന്നില്ല. എന്ന് വെച്ചാൽ യാത്ര ചെയ്തിട്ട് വന്നോണ്ട് അങ്ങ് ടയേർഡായിപ്പോയിന് ഞാൻ. അപ്പം ഞാൻ വെച്ചൊന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ച് ഞാനിതാ ഉറങ്ങാൻ പോവാന്ന്. ഉമ്മ അവരെല്ലാം അപ്പുറം ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാം ഓരോ വീഡിയോ ആയിട്ട് ഞാൻ നോമ്പിൻ്റെ എല്ലാം ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.